മഹ്ദി അലൈഹിസ്സലാം വരുമെന്നതിൽ മുസ്ലിം ലോകത്തിന് സംശയമില്ല. അത് ഖിയാമത്ത് നാളിൻ്റെ വളരെ പ്രധാനപ്പെട്ട 10 അടയാളങ്ങൾക്കൊപ്പായിരിക്കും അതൊക്കെ സംഭവിക്കുക. ഇപ്പം അടുത്തൊന്നും വരില്ല. ചില പ്രഭാഷണങ്ങളൊക്കെ കേട്ടാൽ തോന്നും ഖിയാമത്ത് നാൾ പരലോകത്തെ അടുത്ത് വന്നിരിക്കണമെന്ന്. ഒരുത്തര പ്രഭാഷണത്തിൻ്റെ പേര് പോലെ അങ്ങനെ, പരലോകം വെളിപ്പാടകലയെന്ന്. പരലോകമെന്ന് വിളിച്ചാൽ ഓയ് എന്ന് പറയാം, എന്താ വന്നിരിക്കണമെന്ന്. എന്നിട്ട് ഈ ജാതി വർത്തമാനങ്ങൾ പറഞ്ഞ് മുസ്ലിം ലോകം വിശ്വസിക്കുന്ന കുറേ ആദർശങ്ങളെ കോട്ടിമാട്ടി അവരുടെ സാമ്രാജ്യം വികസിപ്പിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആരാ ഇമാം മഹ്ദി? അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി പറഞ്ഞു, ഇസ്മു ഹുസ്മി, അദ്ദേഹത്തിൻ്റെ പേര് എൻ്റെ പേരായിരിക്കും. ഇസ്മു അബി ഹിസ്മു അബി, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് എൻ്റെ പിതാവിൻ്റെ പേരായിരിക്കും. പിന്നെയും ഓരോന്നോരോന്ന് അവിടുത്തെ വിശേഷണങ്ങൾ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആ കാലാവുമ്പോഴേക്ക് ലോകം ആകെ താറുമാറായിട്ടുണ്ടാകും. അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലാണ് ഖിയാമത്ത് നാൾ സംഭവിക്കാൻ പോണത്. ഈ സൂര്യൻ ജ്വലിച്ചുകൊണ്ട് നമുക്ക് പ്രകാശം പകരുന്ന സൂര്യൻ ഹീലിയം തീർന്ന് കെട്ടുപോകുന്നത്, ആ സൂര്യൻ്റെ സ്ഥാനത്ത് വലിയൊരു ഗുഹ രൂപപ്പെടുന്നത്. സ്റ്റീഫൻ ഡബ്ല്യു ഹോക്കിൻസിൻ്റെ പ്രധാനപ്പെട്ട പഠനം തമോഗർത്തമാണ്, ബ്ലാക്ക് ഹോൾ തിയറിയാണ്. നക്ഷത്രങ്ങൾ അതിലുള്ള ഹീലിയം തീർന്ന് കെട്ടുപോകും. അവിടെ വലിയ കുഴികൾ രൂപപ്പെടും, ഇരുട്ടുമൂടിയ കുഴികൾ. അതിലേക്ക് മറ്റ് നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും ആകർഷിക്കപ്പെടും, പരസ്പരം കൂട്ടിമുട്ടും. യുറാനസും നെപ്റ്റൂണും പ്ലൂട്ടോയും ജൂപ്പിറ്ററൊക്കെ എത്ര മനോഹരമായി കൃത്യമായ വ്യവസ്ഥയോടുകൂടെ സഞ്ചരിക്കുന്നു. പരിശുദ്ധ ഖുർആൻ 36-ാം അധ്യായം സൂറത്ത് യാസീനിൻ്റെ 38, 39, 40 വചനങ്ങൾ. വശംസ് തജ്രീലി മുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. പ്രതാപിയും ഉന്നതനുമാകുന്ന റബ്ബിൻ്റെ തീരുമാനപ്രകാരം ഈ ഗ്രഹങ്ങളൊക്കെ എത്ര മനോഹരമായി ഇപ്പോൾ അവയുടെ ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. ഈ രീതിയൊക്കെ അങ്ങോട്ട് മാറും, പരസ്പരം കൂട്ടിമുട്ടും. നമ്മുടെ ഭൂമിയുടെ പരിസരത്ത് ഭൂമിയേക്കാൾ 10 മടങ്ങ് വ്യാപ്തിയുള്ള ജൂപ്പിറ്റർ എന്ന് പറയുന്ന വ്യാഴത്തെ പടച്ച റബ്ബ് സംവിധാനിച്ചിരിക്കുന്നു. എന്തിന്? നമ്മുടെ ഭൂമിക്ക് പ്രൊട്ടക്ഷൻ നൽകാൻ. ചിഹ്നഗ്രഹങ്ങൾ, വാൽനക്ഷത്രങ്ങൾ, വ്യത്യസ്തങ്ങളായ മലിന വസ്തുക്കൾ, പാറക്കഷ്ണങ്ങൾ, ഇരുമ്പിൻ്റെ വലിയ വലിയ ഭീമമായ സംഗതികൾ എല്ലാം ഭൂമിയിലേക്ക് പറന്നു വന്ന് പടച്ച റബ്ബ് മനുഷ്യന് ജീവിക്കാൻ പാകപ്പെടുത്തിയ ഇന്നി ജാഇലും ഫിൽ അർദി, ഈ ഭൂമിയിൽക്ക് ശല്യമുണ്ടാകുമ്പോൾ അതിനെ ശക്തമായ പിണ്ഡവും ശക്തമായ ഗ്രാവിറ്റിയും ഉള്ളത് കൊണ്ട് ഭൂമിയിൽ പതിക്കാതെ സ്വന്തം ശരീരത്തിലേക്ക് ആകർഷിച്ച് വ്യാഴത്തിൽ അതൊക്കെ കുത്തി വീഴുന്നു. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടുന്നു. ഇത് റബ്ബിൻ്റെ ഇതുവരെയുമുള്ള നടപടിക്രമം. പക്ഷേ ഖിയാമത്ത് നാളിൻ്റെ സന്ദർഭത്തും അന്നാകെ കോലം മാറും. സൂറത്തുൽ ഹജ്ജിലെ 1-ാമത്തെ വചനം അത് കൃത്യമായി നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. യൗമ തറൗനഹാ തദ്ഖലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർളഅത് വതളഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ വതറന്നാസ സുക്കാറ. ജനങ്ങളെല്ലാവരും മദ്യപിച്ചോ എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും. വമാഹും ബിസുക്കാറ, അവർ മദ്യപിച്ചിട്ടില്ല. വലാകിന്ന അദാബല്ലാഹി ശദീദ്, പടച്ച റബ്ബിൻ്റെ അദാബിൻ്റെ കാഠിന്യം കൊണ്ട് അവർക്ക് നിലനിൽപ്പ് നഷ്ടപ്പെടുകയാണ്, ആടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ഭൂമിയിൽ ഇപ്പം ഇങ്ങനെ ആടാതെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മളിങ്ങനെ പൊങ്ങിപ്പോകാത്തത് എന്തുകൊണ്ടാണ്? ഭൂമി കൃത്യമായ രീതിയിൽ നമ്മളെ അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു. അതാണ് ഗ്രാവിറ്റി. സർ ഐസക് ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണാലും വീണില്ലെങ്കിലും അദ്ദേഹമാണത് വ്യവസ്ഥാപിതമായി പഠിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത്. അദ്ദേഹം പഠിക്കുന്നതിന് മുമ്പ് ഗ്രാവിറ്റി ഉണ്ട്. ദുനിയാവുള്ള കാലം മുതൽ ഈ സംഗതിയൊക്കെ ഉണ്ട്. ഇതിനെ എങ്ങാനും റബ്ബ് തആല പിൻവലിച്ച് കഴിഞ്ഞാൽ നമ്മൾ പാറി നടക്കും. നമുക്കറിയാം, കുറേ ആളുകളൊക്കെ സ്പേസ് സ്റ്റേഷനിലൊക്കെ പോയിട്ട് കുറച്ചു കാലം നിൽക്കുന്നത്. ഒരാഴ്ച നിൽക്കാൻ പോയതായിരുന്നു ഒരു സഹോദരി. 9 മാസം കഴിഞ്ഞിട്ടാണ് വരാൻ പറ്റിയത്. അവരൊക്കെ അവിടെ വെള്ളം കുടിക്കുന്നത് എങ്ങനെയാണ്? നല്ലൊരു ഗ്ലാസ്സൊക്കെ എടുത്ത് ബോട്ടിൽ തുറന്നിട്ട് ഇങ്ങനെ ഒഴിച്ച് കുടിക്കാൻ പറ്റുമോ? ഒഴിക്കുമ്പോഴേക്ക് വെള്ളം പാറിയിട്ടുണ്ടാവും. നമ്മുടെ കുട്ടികൾ കഴിക്കുന്ന ഈ സിപ്പപ്പ് പോലെ, ഉറയിലുള്ള ഐസ് പോലെ ചെറിയ ചെറിയ പാക്കുകളിലാണ് വെള്ളം. അത് വായിലേക്ക് വെച്ചിട്ട് മെല്ലെ കടിച്ചു മുറിക്കണം, പുറത്താവാത്ത വിധം ഇങ്ങനെ സിപ്പ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലാതെ വെള്ളം കുടിക്കാൻ പറ്റൂല. അല്ലാഹു തആല ഭൂമിയെ കൃത്യമായ രീതിയിൽ സൃഷ്ടിക്കുന്നു. നിലവിലുള്ള ഭൂമിയേക്കാൾ ഭൂമി ഇത്തിരി കൂടെ വ്യാസം കൂടിയിരുന്നെങ്കിൽ, ഭൂമിയുടെ പിണ്ഡം വർദ്ധിച്ചിരുന്നുവെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്ക് കാലുപൊക്കി നടക്കാൻ കഴിയില്ല.
കാന്തത്തിൽ ഇരുമ്പൊട്ടിയതുപോലെ നമ്മുടെ കാലൊട്ടിപ്പിടിക്കും. ഭൂമിയുടെ പിണ്ഡം ഇത്തിരി കുറവായിരുന്നുവെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ പാറിക്കളിക്കും. ജാഇലും ഫിൽ അർളി ഖലീഫ, അള്ളാഹു ഭൂമിയിലേക്ക് മനുഷ്യനെ പ്രതിനിധിയായി പറഞ്ഞയച്ചതുകൊണ്ട് ഭൂമി അവനെ ജീവിക്കാൻ പര്യാപ്തമാക്കി. ചന്ദ്രനിലേക്ക് റബ്ബ് താല മനുഷ്യനെ പറഞ്ഞയച്ചിട്ടില്ല, അതുകൊണ്ട് അവിടെ ഗ്രാവിറ്റി കുറവാണ്, പാറിക്കൊണ്ടിരിക്കും. വ്യാഴത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പ്രതിനിധിയായി പറഞ്ഞയച്ചിട്ടില്ല, അതുകൊണ്ട് അവിടെ ഗ്രാവിറ്റി കൂടുതലാണ്, കാല് വെച്ചാൽ കാല് പൊക്കാൻ കഴിയാതെ വരും. ഭൂമിയെല്ലാം കൃത്യമായ രീതിയിൽ റബ്ബ് താല സംവിധാനിച്ചിരിക്കുന്നു. ഇത്രമേൽ നമുക്ക് അനുഗ്രഹം നൽകിയ റബ്ബ് എങ്ങനെ ജീവിക്കണമെന്ന് കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നു. പുതിയ കാലത്തൊക്കെ മക്കൾക്ക് വലിയൊരു പ്രശ്നമാണ്, ആരും എന്നെ നിയന്ത്രിക്കാൻ പാടില്ല, ആരും എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ പാടില്ല. മാതാവാവട്ടെ, പിതാവാവട്ടെ, അധ്യാപകരാവട്ടെ, ഉസ്താദുമാരാവട്ടെ, മതമോ ദൈവമോ വേദമോ റസൂലോ ഒന്നും എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ പാടില്ല. പിന്നെ എൻ്റെ ശരീരവും എൻ്റെ ആദർശവും ഞാൻ തീരുമാനിക്കും, എൻ്റെ ജീവിതം എങ്ങനെയൊക്കെ കൊണ്ടുപോകണമെന്ന് ഞാൻ തീരുമാനിക്കും, ഞാൻ എന്തൊക്കെ പ്രവർത്തിക്കണം പ്രവർത്തിക്കാതിരിക്കണം ഞാനത് അംഗീകരിക്കും. അല്ലാതെ അതിലാർക്കും ഇടപെടാൻ പറ്റൂല. ഈ ഒരു ദുഷിച്ച ചിന്ത സമൂഹത്തിൻ്റെ ഉള്ളിലേക്ക് വ്യാപകമായ രീതിയിൽ കുത്തിപ്രവേശിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ മക്കൾ താന്തോന്നികളായി പോകുന്നത്. ഇതിന് ഊക്കുകൂട്ടാൻ വേണ്ടിയാണ് ദീനിൻ്റെ പേരും പറഞ്ഞ് കുറേ ആളുകൾ വിവിധങ്ങളായ മതവിരുദ്ധ സംഗതികളുമായി വന്നുകൊണ്ടിരിക്കുന്നത്. നബിത്തവാദവുമായി ഏതെങ്കിലും ഒരു ചങ്ങാതി വന്നാൽ, ഞാൻ മഹ്ദിയൊന്നും പറഞ്ഞിട്ടൊരുത്തം വന്നാൽ, അങ്ങനത്തെ വിവിധങ്ങളായ ഉപദ്രവങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോവാൻ നേരത്തെ സയ്യിദ് ഉസ്താദ് പറഞ്ഞതുപോലെ ഫൈസി വന്നാലും ബാഖവി വന്നാലും വേറെ ഏത് സനദുകാരൻ വന്നാലും സനദില്ലാത്തവൻ വന്നാലും പടച്ച റബ്ബിൻ്റെ ദീൻ എന്താണെന്ന ബോധ്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അതിന് വിരുദ്ധമായിട്ട് ഒന്നിലേക്കും നമ്മൾ കയറാൻ പറ്റൂല. ഖിയാമത്ത് നാളാവുന്ന സമയത്ത് പ്രത്യേകമായി പ്രത്യക്ഷപ്പെടുന്ന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വരവ്, അഷറാത്തു സാ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട അടയാളെങ്കിൽ അതൊക്കെ ഉണ്ട്. യജൂജ് മൗജൂജിന്റെ പുറപ്പെടൽ, അപ്രകാരം ദജ്ജാലിന്റെ വരവ്, പടിഞ്ഞാറിൽ നിന്ന് സൂര്യൻ ഉദിക്കൽ, ദാബത്തുൽ അർള് എന്ന് പറയുന്ന പ്രത്യേകമായ ജീവി പ്രത്യക്ഷപ്പെടൽ, ലോകത്യാകെ കീഴടക്കുന്ന തീക്കാറ്റുണ്ടാവൽ, ഇങ്ങനെ തുടങ്ങിയ കുറേ ലക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ഖിയാമത്ത് നാളിൻ്റെ ഏകദേശം അടുത്തെത്തിയെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ഇസ്രാഫിൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാഹളത്തിൽ പിന്നെയും മൂത്തുമുഴങ്ങും. ഞാൻ ഖുർആനിലേക്ക് പ്രവേശിക്കുന്നില്ല, തൽക്കാലം ഞാൻ അതിൽ നിന്ന് മാറാം. സൂറത്തുൽ കഹ്ഫിൻ്റെ അവസാന ഭാഗമൊക്കെ നമ്മളൊന്ന് പഠിക്കണം. ദുൽഖർനൈൻ രാജാവ് യജൂജ് മൗജൂദിൻ്റെ ശല്യത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അതിശക്തമായൊരു ഒരു തടയണ നിർമ്മിക്കുന്നു. അതിൽ ഇരുമ്പുരുക്കിയിട്ട് ബലപ്പെടുത്തുന്നു, ഇടയ്ക്കിടക്കൊക്കെ ചെമ്പുരുക്കി പറന്നിട്ട് അത് ശക്തിപ്പെടുത്തുന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ ഇനി ഒരിക്കലും യജൂജിന് പരിഷ്കൃത സമൂഹത്തെ കീഴടക്കാൻ പറ്റില്ലെന്ന ബോധ്യത്തോടു കൂടെ തന്നെ മഹാനായ ദുൽഖർനൈൻ രാജാവ്, മഹാരാജാവ് അള്ളാഹുവിനോട് പറയുന്നുണ്ട്, പടച്ച റബ്ബേ, ഇതെല്ലാം നിന്റെ അനുഗ്രഹമാണ്, ഇതെല്ലാം നിന്റെ അനുഗ്രഹമാണ്. എന്നിട്ട് എൻ്റെ റബ്ബിൻ്റെ തീരുമാനം വരുമ്പോൾ എത്ര ബലിഷ്ഠമായി നമ്മൾ നിർമ്മിച്ചതാണെങ്കിലും അതൊക്കെ പൊടി പൊടിയായി പോകുമെന്ന് മഹാനുഭാവൻ പറയുന്നു. വലിയ ശക്തനാണ് മനുഷ്യൻ. പക്ഷേ അള്ളാഹുവിനെ അറിയുന്ന ദുൽഖർനൈൻ രാജാവ് മനസ്സിലാക്കിയതുപോലെ അവൻ്റെ നിസ്സാരതയെയും മനസ്സിലാക്കാൻ അവന് കഴിയണം. പലർക്കും അതിന് സാധിക്കണില്ല, അഹങ്കാരം മൂത്തുവാണ്. അത് ഭൗതിക രീതിയിലുണ്ട്, ആത്മീയ രീതിയിലുണ്ട്. ഭൗതിക രീതിയിൽ അഹങ്കാരം മൂത്ത കുറേ ആളുകളെ നമുക്ക് പരിചയമുണ്ട്. നമ്മുടെ മക്കളൊക്കെ പലപ്പോഴും വായിക്കുന്നതും അറിയുന്നതുമാണ് ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പലിനെ കുറിച്ച്. ലഭ്യമായ ഏറ്റവും നല്ല സംവിധാനങ്ങളുണ്ടായിരുന്നു അതിൽ. ഒരു എൻജിൻ പ്രവർത്തനം നിലയ്ക്കുമ്പോൾ വളരെ മനോഹരമായി മറ്റൊരു എൻജിൻ പ്രവൃത്തിയിലേക്ക് കടന്നു വരുമായിരുന്നു. അതിലുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളിലും അഹന്തമൂത്ത് നകളിപ്പ് കാണിച്ചുകൊണ്ടാണ് അത് നീറ്റിലിറക്കുന്നതിൻ്റെ മുമ്പ് കപ്പിത്താൻ ഒരു പത്രസമ്മേളനം നടത്തുന്നത്. ആ കപ്പലിൻ്റെ സംവിധാനങ്ങളും സൗകര്യത്തിലും അമിതമായ ധൈര്യം കൊണ്ട് അയാൾ ഇങ്ങനെ തന്നെ പറഞ്ഞു പോയി, ഈ കപ്പലിനെ തകർക്കാൻ ദൈവം വിചാരിച്ചാൽ പോലും സാധ്യമല്ല. വലിയ സമ്പന്നന്മാർ, ആഡംബര ജീവിതം നയിക്കുന്നവർ ആ ആഡംബര നൗകയിൽ ആദ്യത്തെ യാത്ര നടത്തുകയാണ്.
ഇത്തിരി അങ്ങനെ പോയപ്പോൾ ഒരു മഞ്ഞുകട്ടയിൽ ഇടിച്ച് തകർന്ന് താഴെ വീഴാനായിരുന്നു, മുങ്ങിപ്പോവാനായിരുന്നു ടൈറ്റാനിക്കിൻ്റെ യോഗം. 200-ലധികം ആളുകൾ ആ സമയത്ത് തന്നെ മരണപ്പെട്ടു. നമ്മൾ എത്രമേൽ വികസിച്ചു അതിനുശേഷം. ഇപ്പോഴും ആ ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടം ആഴക്കടലിൽ നിന്ന് പൊക്കാൻ പോലും നമുക്ക് സാധിച്ചിട്ടില്ല. ഇതാണ് മനുഷ്യൻ. കപ്പൽ നിർമ്മിക്കാൻ പറ്റും, ആ കപ്പലിനെ വേണ്ട വിധം അവൻ ഇഷ്ടപ്രകാരം കൊണ്ടുപോകാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. വലിയ സമ്പന്നനായിരിക്കും, പക്ഷെ അവൻ്റെ സമ്പത്ത് ചെറിയ രീതിയിൽ പോലും ഉപകരിക്കാതെ വരുന്ന അവസ്ഥകളുണ്ടാകും. വീട്ടിൽ വിഭവ സമൃദ്ധമായ സദ്യയുണ്ട്, തൊടാൻ പാടില്ലാത്ത എത്ര സമ്പന്നന്മാരുണ്ട്. വീട്ടിൽ വിഭവ സമൃദ്ധമായ സദ്യയുണ്ട്. ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സയ്യിദ് ഉസ്താദ് ഹയാത്തുൻ തയ്യിബയെ കുറിച്ച് പറയുന്നത് കേട്ടു. എത്ര മനോഹരമാണ് ആ ജീവിതം. നല്ല അമല് ചെയ്യുന്നു, വിശ്വാസവും പുലർത്തുന്നു. അത്തരം ആളുകൾക്ക് റബ്ബ് നൽകുന്ന മനോഹരമായ ജീവിതം. സൂറത്തു നഹലിന്റെ 69-ാമത്തെ വാക്യം, മൻ അമില സ്വാലിഹം മിൻ ദക്കരിൻ ഔ ഉൻസ, ആണാവട്ടെ പെണ്ണാവട്ടെ ആര് സദ്കർമ്മങ്ങൾ അനുഷ്ഠിച്ചുവോ, വഹുവ മുഅ്മിനുൻ, അവൻ ഒറിജിനൽ വിശ്വാസിയാണ്. മഹദി എന്ന പേരിൽ മുടി നീട്ടി വളർത്തിയവൻ അവൻ അംഗീകരിച്ചിട്ടില്ല. ഞാൻ വലിയ ഷെയ്ഖാന്ന് പറഞ്ഞു വരുന്നവൻ അംഗീകരിച്ചിട്ടില്ല. എന്നേക്കാൾ വലിയൊരാളുമില്ല എന്നും പറഞ്ഞിട്ട് അഹങ്കാരം കാട്ടുന്നവൻ അംഗീകരിച്ചിട്ടില്ല. വഹുവ മുഅ്മിൻ, അവൻ യഥാർത്ഥ വിശ്വാസിയാണ്. എങ്ങനെ യഥാർത്ഥ വിശ്വാസം? അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചത് അങ്ങനെ തന്നെ പിന്തുടരുന്നു. അത്തരം ആളുകൾക്ക് അവർക്ക് വളരെ സന്തോഷകരമായ ജീവിതം നമ്മൾ നൽകും. പടച്ച റബ്ബിന്റെ വാഗ്ദാനം ദുനിയാവിലും ആഖിറത്തിലും എന്ന് മുഫസ്സിരീങ്ങൾ. ദുനിയാവിൽ മനോഹരമായ ജീവിതം, ഒരു പ്രയാസങ്ങളില്ല, ടെൻഷൻ അടിക്കുന്നില്ല. എന്ത് പ്രതിസന്ധി നേരിട്ടാലും എൻ്റെ റബ്ബ്, എന്നെ സൃഷ്ടിച്ചവൻ എന്നെ സഹായിക്കുമെന്ന ഉത്തമ ബോധ്യം അവനെ മുന്നിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. എന്ത് സന്തോഷമായിരിക്കും ആലോചിച്ച് നോക്കുങ്ങൾ. കുറേ സമ്പത്ത് കുനിഞ്ഞുകൂടണമെന്നില്ല, വേറെ ഏതെങ്കിലും ഭൗതികമായ സംവിധാനങ്ങൾ ഒന്നിച്ചുണ്ടാവണമെന്ന് യാതൊരു കണ്ടീഷനും ഇല്ല. അള്ളാഹുവിൽ യഥാവിധി വിശ്വസിക്കുന്നു, അവൻ്റെ പ്രവാചകരെ സ്നേഹിക്കുന്നു, അവർ പഠിപ്പിച്ച ദീൻ അംഗീകരിക്കുന്നു. ഇതാണ് വിജയത്തിൻ്റെ പാത. ഹാദിഹി സിറാത്തി മുസ്തഖീമ, ഇതാണ് എൻ്റെ അവക്രമായ പാത. ആരെങ്കിലും ഇതിനെ പിന്തുടർന്നാൽ അവൻ സ്വർഗത്തിലേക്ക് എത്തും. ഇതിന് വിരുദ്ധമായി എവിടെയൊക്കെ നമ്മൾ പാളിപ്പോകുന്നോ, ഏത് നന്മയുടെ പേരിലാണെങ്കിലും നമ്മൾ ആരൊക്കെ പറ്റിക്കുന്നോ, എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, പ്രിയപ്പെട്ട സഹോദരിമാർ, വളരെയേറെ ഗൗരവത്തിൽ പരിഗണിക്കേണ്ടതാണ് ഈ കാര്യം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് മറന്നു പോകരുത്. പടച്ച റബ്ബ് നമുക്ക് ഈമാൻ നൽകി, പടച്ച റബ്ബ് നമ്മളെ മുസ്ലിങ്ങളായി ജീവിപ്പിച്ചു. ഇനി യാക്കൂബ് നബി പറഞ്ഞതുപോലെ വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിങ്ങളായിട്ട് തന്നെ നമുക്ക് മരിക്കാനാകണം. അതിൽ നിന്നൊരു ഇഞ്ച് മാറരുത്. കാര്യം അങ്ങനെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ തിന്മകൾക്ക് പണിഷ്മെന്റ് കിട്ടിയാൽ പോലും ആത്യന്തികമായി സ്വർഗത്തിലേക്ക് എത്താൻ പറ്റും. ചിലപ്പോൾ നമ്മൾ ചെയ്ത തിന്മകൾക്ക് തൗബയില്ലെങ്കിൽ, തൗബ അള്ളാഹു സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, അള്ളാഹുവിൻ്റെ മഹ്ദ് ഫദ്ല് കൊണ്ട് അവൻ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ മായ്ച്ചു കളയുന്നില്ലെങ്കിൽ ശിക്ഷ കിട്ടിയേക്കും. അത് സഹിക്കാൻ പറ്റുന്നൊന്നുമല്ല ഞാൻ പറയണത്. നരകത്തിലൊരു നിമിഷം പോലും നമുക്ക് സഹിക്കാൻ പറ്റുമെന്നൊന്നുമല്ല ഞാൻ പറയണത്. അതിൻ്റെ ഏറ്റവും അറ്റത്തിലേക്ക് പോയാൽ നമ്മൾ ചെയ്തു കൂട്ടിയ തെമ്മാടിത്തങ്ങൾക്ക് തെറ്റ് കിട്ടിയേക്കും, ശിക്ഷ കിട്ടിയേക്കും. എന്നാലും ആത്യന്തികമായി നരക ജീവിതമില്ല, സ്വർഗത്തിലേക്കെത്തും. ആ പഴയ ശിക്ഷയെല്ലാം മറക്കും. സ്വർഗത്തിൽ മറ്റുള്ളവരെ പോലെ എല്ലാ പരമാനന്ദങ്ങളെയും ആസ്വദിക്കാൻ കഴിയും. നേരെ മറിച്ച് ഈമാൻ കളഞ്ഞാൽ സ്വർഗത്തിൻ്റെ പരിമളം പോലും അവർക്ക് ആസ്വദിക്കാൻ കഴിയില്ല. അതാണ് ബിദ്അത്തുകാരും ഫാസിഖീങ്ങളും തമ്മിലുള്ളൊരു വ്യത്യാസം. ബിദ്അത്തുകാരും ഫാസിഖീങ്ങളും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം അതാണ്. ബിദ്അത്തുകാരൻ ഒരിക്കലും അവൻ ചെയ്തു പോകുന്ന ബിദ്അത്താകുന്ന അബദ്ധത്തെക്കുറിച്ച് ബോധം ഉണ്ടാവില്ല. അവനൊരു നല്ല കാര്യത്തിലാണെന്ന് അവൻ വിചാരിച്ചു കൊണ്ടിരിക്കും. നേരെ മറിച്ച് ഫാസിക്കായ ഒരു മനുഷ്യനാണെങ്കിലോ അബദ്ധം സംഭവിച്ചു പോയി, എന്ത് ചെയ്യാൻ പറ്റുമെന്ന കുറ്റബോധത്തോടു കൂടെയാണ് അവൻ ജീവിക്കുന്നത്. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആത്മാർത്ഥമായി തൗബ ചെയ്ത ആരെങ്കിലും തെറ്റുകളിൽ നിന്ന് മാറിയാൽ സ്വർഗം പോലും അവർക്ക് ലഭിക്കുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. സൂറത്തു ആൽ ഇംറാന്റെ 133-ാമത്തെ വാക്യത്തിൽ ആരാണ് മുത്തഖീങ്ങളെന്നും അവർക്ക് റബ്ബ് തആല സൃഷ്ടിച്ചു വെച്ച ആകാശഭൂമിയുടെ വിശാലതയുള്ള സ്വർഗത്തെയും കുറിച്ച് പറയുന്നുണ്ട്.
ആകാശഭൂമിയുടെ വിശാലത ഉണ്ട് സ്വർഗത്തിന്. അത് മുത്തഖീങ്ങൾക്ക് വേണ്ടി അവൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നു. ആരാണ് മുത്തഖീങ്ങൾ? പരിശുദ്ധ ഖുർആൻ തുടർന്ന് പറയുന്നത് അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ. നമുക്കൊക്കെ സാധ്യമാണ് ആ മുത്തഖീങ്ങളുടെ ഗണത്തിലേക്ക് വരാൻ. എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരന്മാർ, മുത്തഖീങ്ങൾക്ക് അള്ളാഹു സ്വർഗം തയ്യാറാക്കി എന്ന് ഖുർആൻ പറഞ്ഞിട്ട് ആരാണ് മുത്തഖീങ്ങൾ എന്ന് വിശദീകരിക്കുന്ന ആലുംറാനിലെ ഭാഗം ഒന്ന് നന്നായിട്ട് പഠിക്കണം. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ. സാമ്പത്തികമായി അധോഗതിയുണ്ടെങ്കിലും പുരോഗതിയുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ തോതനുസരിച്ച് അള്ളാഹുവിൻ്റെ ദീനീ പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കുന്നവർ നമുക്ക് സാധ്യമാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. പണം കൊണ്ട് സ്വർഗം നേടിയ മഹാന്മാരെ പരിചയപ്പെടുത്തുന്ന മതമാണ് ഇസ്ലാം. നമ്മൾ ഇസ്ലാമിൻ്റെ മനോഹാരിത മനസ്സിലാക്കണ്ടേ? മനുഷ്യന് സമ്പാദിക്കാൻ പറ്റുമോ? പറ്റും. അധ്വാനിക്കാൻ പറ്റുമോ? പറ്റും. എത്ര സമ്പാദിക്കാം? ഇസ്ലാം അതിനൊരു കണക്ക് വെച്ചിട്ടില്ല. ഇസ്ലാം അതിനൊരു കണക്ക് വെച്ചിട്ടില്ല. നമ്മൾ നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടി അധ്വാനിക്കാൻ പോകുമ്പോൾ അത് ഇസ്ലാമിൻ്റെ മാർഗത്തിലുള്ള ധർമ്മസമരമാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിസ്തരിച്ചൊരു കഥയുണ്ട്. അഭിമായ നബിതങ്ങളും കൂട്ടുകാരും ഇരിക്കുമ്പോൾ പല ദിവസങ്ങളിൽ അതിരാവിലെ നല്ല ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ വളരെ സ്പീഡിൽ നടന്നു പോകും ജോലിക്ക് വേണ്ടി. പല ദിവസം ഇത് ആവർത്തിച്ചപ്പോൾ സഹാബാക്കിറാം പരസ്പരം സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ ഈ ഊർജ്ജസ്വലത, അദ്ദേഹത്തിൻ്റെ ഈ ഒരു ആരോഗ്യം, അദ്ദേഹത്തിൻ്റെ യുവത്വം ദീനിനു വേണ്ടി ചെലവഴിക്കായിരുന്നെങ്കിൽ എത്ര നന്നായി തീരും. ഹബീബായ റസൂൽ തങ്ങൾ അത് കേട്ടു. വിശ്വഗുരു അവരെ തിരുത്തി. അവിടുന്ന് ഓരോ കാര്യവും വിശദീകരിച്ചു കൊടുത്തു. അദ്ദേഹം അതിരാവിലെ പോകുന്നത് തൻ്റെ മാതാപിതാക്കൾക്ക് ജീവിക്കാനുള്ള വിഭവങ്ങൾ തേടിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ അധ്വാനം അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദാണ്. അദ്ദേഹം അതിരാവിലെ വളരെ സ്പീഡിൽ ഇറങ്ങിപ്പോയി ജോലി ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ പോറ്റി വളർത്താനാണെങ്കിൽ അതും അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദാണ്. വേണ്ട, അദ്ദേഹം രാവിലെ ജോലിക്ക് പോകുന്നത് തൻ്റെ സ്വന്തം കാര്യം നോക്കാനാണെങ്കിൽ, അന്യൻ്റെ മുമ്പിൽ യാചിക്കേണ്ട അവസ്ഥയിൽ നിന്ന് മാറി ആത്മാഭിമാനത്തോടുകൂടെ ജീവിക്കാനുള്ള വിഭവങ്ങൾ സ്വരൂക്കൂട്ടാനാണെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പോരാളിയാണ് അദ്ദേഹം. നോക്കുമ്പോൾ ഇത്രമേൽ തൊഴിലാളികൾക്ക് വേണ്ടി വാദിച്ച ഏതെങ്കിലും ഒരു ആദർശം കാണുമോ ലോകത്ത്? ജീവിതത്തിൽ നമ്മൾ അധ്വാനിക്കുന്നത് ഒന്നുകിൽ മാതാപിതാക്കൾക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടിയാണ്, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയാണ്. ഇതെല്ലാം കൂടെയായിട്ടുമാണ് പലപ്പോഴും. ആ അധ്വാനം മുഴുവനും അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദാണെന്ന്. അപ്പൊ ആർക്കും സമ്പാദിക്കാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അവസാന കാലമാകുമ്പോൾ ദിർഹമും ദീനാറും ധാരാളമായി ആവശ്യമാകും. യുഖീമു ബിഹിമർ റജുലു ദീനഹു വ ദുനിയാഹു. ദിർഹം കൊണ്ടും ദീനാറ് കൊണ്ടുമായിരിക്കും മനുഷ്യർ അവരുടെ ദീനിനെയും ദുന്യാവിനെയും നിലനിർത്തുക. ദിർഹം കൊണ്ടും ദീനാറ് കൊണ്ടും ദുന്യാവിനെ നിലനിർത്താൻ നമുക്ക് മനസ്സിലാവും. നല്ല വീട് വെക്കാൻ, നല്ല കാറ് വാങ്ങാൻ, നല്ല ഭക്ഷ്യവിഭവങ്ങൾ സ്വരൂക്കൂട്ടാൻ, നല്ല ചികിത്സ നടത്താൻ, നല്ല വിദ്യാഭ്യാസം നേടാൻ പണം വേണ്ടി വരും. പക്ഷെ ആഹാരം കൂടി നിലനിർത്തുന്നത് പണം കൊണ്ടായിരിക്കും എന്ന് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഉൾക്കൊണ്ടേ പറ്റൂ. സ്വതക്ക ചെയ്യുന്നത് ആഖിറത്തിലേക്ക് പ്രതിഫലാർഹമാണ്, അതിന് പണം വേണം. മക്കൾക്ക് വിദ്യാഭ്യാസം നൽകുന്നത് ആഖിറത്തിൽ പ്രതിഫലാർഹമാണ്, അതിന് പണം വേണം. നമ്മുടെ ഭാര്യയെയും മക്കളെയും ഒക്കെ ഹിജാബോടുകൂടെ നല്ല വൃത്തിയിൽ നമ്മുടെ സമൂഹത്തിനിടയിൽ കൊണ്ടു നടക്കുന്നതിന് പണം വേണം. ഏറ്റവും ചുരുങ്ങിയത് സെക്കൻഡ് ഹാൻഡിൽ ഏറ്റവും ചെറിയ രീതിയിലൊരു കാറെങ്കിലും ഒരു ഓട്ടോറിക്ഷയെങ്കിലും സ്വന്തമായിട്ടുണ്ടെങ്കിൽ പൊതുവാഹനങ്ങളിൽ കയറിയിട്ട് നമ്മുടെ ഭാര്യയെ മക്കളെ അന്യപുരുഷന്മാർ ദർശിക്കുന്ന സ്പർശിക്കുന്ന അവസ്ഥ മാറ്റാൻ പറ്റും. വളരെ ചെറിയ പൈസയ്ക്ക് ഒരു 25,000 രൂപയ്ക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് ഓട്ടോറിക്ഷ കിട്ടുന്നു. അതിൽ നമ്മുടെ മക്കളെ, നമ്മുടെ ഭാര്യയെ, പ്രായപൂർത്തിയായ നമ്മുടെ സഹോദരിയെ കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ പൊതുവാഹനത്തിൽ നിന്നുള്ള സ്പർശനത്തിൽ നിന്നൊഴിവാക്കാം, ദർശനത്തിൽ നിന്നൊഴിവാക്കാം, ഒരതലിൽ നിന്നൊഴിവാക്കാം. അങ്ങനെ ദീന് പാലിക്കാൻ പറ്റും. അതുകൊണ്ട് യുഖീമു ബിഹിമർ റജുലു ദീനഹു വ ദുനിയാഹു. സൂഫി ചക്രവാളത്തിൽ ഉന്നത ശ്രേണിയിലുള്ള മഹാനാണ് അബ്ദുല്ലാഹിബ്നുൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ 5 ഗ്രന്ഥങ്ങളുടെ ഒരു സിൽസില പുതിയ രീതിയിൽ പ്രിന്റ് ചെയ്ത് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിൽ 2ാമത്തെ പുസ്തകത്തിൻ്റെ കിതാബിൻ്റെ പേര് അദ്ദഅവത്തു താമ്മ എന്നാണ്. ആ അദ്ദഅവത്തു താമയിൽ സൂഫി വര്യനാകുന്ന റാത്തീബുൽ ഹദ്ദാദിൻ്റെ ഉപജ്ഞാതാവാകുന്ന അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു കാര്യം അദ്ദേഹം സ്വന്തമായിട്ട് പറയല്ല,
സൂഫി ചക്രവാളത്തിലെ മറ്റൊരു താരകം ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യം, അവസാന കാലമാകുമ്പോഴേക്ക് ധാരാളമായി പണം ആവശ്യമായി വരും എന്നാണ്. ലൗലദ്ദറാഹിമു വദ്ദനാനീർ, ദിർഹമും ദീനാറുമില്ലെങ്കിൽ ലതമന്തലനൽ മുലൂക്കു, അധികാരികൾ നമ്മളെ കർച്ചീഫാക്കി കളയുന്നാണ്. ലതമന്തലന, നമ്മളങ്ങനെ ചുരുട്ടി വലിച്ചെറിയുന്നു, തീരെ മൈൻഡ് ചെയ്യൂലാന്ന്. ലതമന്തലന, നമ്മളെ മിന്തിയിലാക്കി കളയുന്നു. അതില്ലാതാവണമെങ്കിൽ സാമ്പത്തികമായ അഭിവൃദ്ധി വേണ്ടി വരും. ഞാൻ സൂചിപ്പിക്കുന്നത് ജോലി ചെയ്യരുതെന്നോ സമ്പത്ത് സ്വരൂപ് കൂട്ടരുതെന്നോ ആവശ്യത്തിന് അധ്വാനിക്കരുതെന്നോ മതം പറയുന്നില്ല. പക്ഷേ അതൊക്കെയും നമ്മുടെ ആഖിറത്തിന് ഉപകാരപ്പെടും വിധത്തിൽ നമുക്ക് സംവിധാനിക്കാൻ കഴിയണം. അപ്പൊ സ്വർഗത്തിലേക്ക് പോകുന്ന യഥാർത്ഥ വിശ്വാസികളെ, മുത്തഖീങ്ങളെ പരിചയപ്പെടുത്തുന്നിടത്ത് പടച്ച റബ്ബ് പറയുന്നത് അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ, സാമ്പത്തികമായി അധോഗതി ഉണ്ടാകുമ്പോഴും പുരോഗതി ഉണ്ടാകുമ്പോഴും അതനുസരിച്ച് ദീനി കാര്യങ്ങളിൽ ചെലവഴിക്കും. മുത്താലിമീങ്ങളെ വീട്ടിൽ നിന്ന്, നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് മുത്താലിമീങ്ങളെ ഉണ്ടാക്കും. നമ്മുടെ നാട്ടുകാരിൽ നിന്ന് മുത്താലിമാവാൻ പറ്റുന്ന ആളുകളെ തെരഞ്ഞുപിടിച്ച് അവരുടെ ചെലവ് ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം നാട്ടിൽ ഒരു പുതിയ ആലിമിനെ സൃഷ്ടിക്കും. നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ പള്ളിയുടെ കാര്യങ്ങളിൽ മുന്നിൽ നിൽക്കും, സംഘടനാ പ്രവർത്തനങ്ങളിൽ മുന്നിലുണ്ടാകും. രണ്ടാമതായി സ്വർഗത്തിലേക്ക് പോകുന്ന മുത്തഖീങ്ങൾക്ക് നൽകുന്ന വിശേഷണം വൽ ഖാളിമീനൽ ഗൈദ്, ദേഷ്യം വരുമ്പോൾ അവർ ഒതുക്കി നിർത്തും. വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ദേഷ്യം വരുമ്പോൾ ഒതുക്കി നിർത്തണം. അൽ ഉജലത്തു മിന ശൈത്വാൻ, ഹബീബായ റസൂൽ തങ്ങൾ അങ്ങനെ പറഞ്ഞു. എടുത്തുചാട്ടം പൈശാചികമാണ്. ഒരൊറ്റ ഊക്കിന് ദേഷ്യം പിടിച്ച് ചെയ്തു കൂട്ടുന്ന എന്തെല്ലാം അനർത്ഥങ്ങളുണ്ട്. വല്ലാഫീനാനിന്നാസ്, ഇതിൻ്റെ അനുബന്ധമാണ്. നമ്മളുമായി ബന്ധമുള്ള ആളുകളിൽ നിന്ന് എന്തെങ്കിലും അബദ്ധം വന്നാൽ ആ സ്വർഗത്തിലേക്ക് പോകുന്ന മുത്തഖീങ്ങൾ അതവർക്ക് പൊറുത്തു കൊടുക്കും. അല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു. എന്നിട്ട് സ്വർഗത്തിലേക്ക് പോകുന്ന രണ്ട് ആളുകളുടെ വേറൊരു വിശേഷണം പറയുന്നു. വല്ലദീന ഇദാ ഫഅലൂ ഫാഹിഷതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ വസ്തഗ്ഫറൂ ലിദുനൂബിഹിം, വല്ല തെറ്റും അബദ്ധവും അവരിൽ നിന്ന് വന്നു പോയാൽ, തിരേ വരാത്തവർ മുത്തഖീങ്ങൾ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. പക്ഷെ ആലിമ്രാനിൽ ഞാൻ ഈ പറയുന്ന ഭാഗത്ത് തെറ്റ് തീരെ സംഭവിക്കാത്തവരെന്നല്ല പറയുന്നത്. നേരെ മറിച്ച് തെറ്റ് സംഭവിച്ചു പോയാൽ ദക്റുല്ലാഹ്, അവർ അല്ലാഹുവിനെ ഓർക്കും. വസ്തഗ്ഫറൂ ലിദുനൂബിഹിം, അവർ അവരുടെ ദുനൂബിന് അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടും. വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റാര് പാപം പൊറുക്കാൻ. വലം യുസിറു അലാ മാ ഫഅലൂ വഹും യഅലമൂൻ, അറിഞ്ഞുകൊണ്ട് അവർ ചെയ്യുന്ന തെറ്റിൽ അവർ സ്ഥിരമായി നിലകൊള്ളില്ല, മാറും. അത്തരം ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകും, സ്വർഗം നൽകും, എല്ലാവിധ സംവിധാനങ്ങളും നൽകും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, തൗബയുടെ നിബന്ധന പാലിച്ച് നമ്മൾ റബ്ബിലേക്ക് മടങ്ങിയാൽ 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിന്റെ 70-ാമത്തെ വാക്യത്തിൽ ഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അതുവരെ അവർ ചെയ്ത തിന്മകളെ നന്മയാക്കി റബ്ബ് മാറ്റും എന്നാ ഖുർആൻ പറയണത്. അതുവരെ ചെയ്ത തിന്മകളെ റബ്ബ് തആല നന്മയാക്കി മാറ്റും. ഇബ്നു കസീറിനെ പോലെയുള്ള പണ്ഡിതന്മാർ ഇതിന് ഇതേ വിശദീകരണം തന്നെയാണ് നൽകുന്നത്. അപ്പോ തെറ്റ് സംഭവിച്ച ഒരാൾക്ക് അതിൽ നിന്ന് സമ്പൂർണമായി മോചനം നേടാനും അതുവരെ ചെയ്ത തെറ്റുകുറ്റങ്ങൾക്ക് പരലോകത്ത് സ്വർഗത്തിലേക്ക് പോകാനുള്ള പ്രതിഫലം നേടാനും ഇസ്ലാമിൽ അവസരമുണ്ട്. നേരെ മറിച്ച് അഖീദ തെറ്റിയാലോ, വിദഗ്ധകാരനായാലോ, ഏതെങ്കിലും കള്ളത്വരീഖത്തിൽ കുടുങ്ങിയിട്ട് അള്ളാഹുവിനെയും റസൂലിനെയും മറന്ന് പുതിയൊരു ദീനിൽ പ്രവേശിച്ചാലോ, ജമാഅത്തെ ഇസ്ലാമിക്കാരൻ തുടക്കത്തിൽ മൗദൂദി പറഞ്ഞതുപോലെ ഇസ്ലാമിൻ്റെ പാരമ്പര്യമായി ലഭിച്ചു വന്ന ആ ഒരു ഹാരം, മാല ഞാൻ പൊട്ടിച്ചെറിഞ്ഞ് ഷഹാദത്ത് കൽമ ചൊല്ലി ജമാഅത്തെ ഇസ്ലാമിയിൽ പ്രവേശിക്കുന്നു. അതുവരെ വന്ന ഇസ്ലാമിനെ പൊട്ടിച്ചെറിയുക, എന്നിട്ട് 1940 കാലങ്ങളിൽ ഉണ്ടാക്കിയെടുത്ത ഒരു പ്രസ്ഥാനത്തിലേക്ക് പ്രവേശിക്കുക. ഈ രീതിയിലാണ് ഒരാൾ മതത്തെ കാണുന്നതെങ്കിൽ
ദീനിന് പ്രാധാന്യമില്ലാതെ അഖീദ കാര്യങ്ങളിൽ മാരകമായ കുഴപ്പങ്ങളിലേക്ക് അവൻ പോകുന്നുവെങ്കിൽ അവന് നിത്യമായി നരകമാണ് ഫലം. അതുകൊണ്ടാണ് വളരെ സൂക്ഷ്മതയോടുകൂടെ നമ്മൾ ജീവിക്കേണ്ടത്. ഒരുത്തർ ഇറങ്ങി വന്നിട്ട് എന്തൊക്കെയാ പറയണത്, എന്തൊക്കെ ഗാനങ്ങളും എന്തൊക്കെ പുകിലുകളും അവിടെ ഉണ്ടായത്. നമുക്കൊക്കെ അറിയാവുന്നത് പോലെ മഹാനായ ഒരു വലിയാണ് CM വലിയുല്ലാഹി മടവൂർ. ഓറെക്കുറിച്ച് പടച്ചോനാണെന്ന് വരെയുള്ള കവിതകൾ ഇറക്കി. പരിശുദ്ധ ദീനിനെ സമൂഹമധ്യേ മൃഗീയമായി വ്യഭിചരിക്കുന്നവർ, അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രതാപങ്ങളും അംഗീകരിക്കുന്നവരാണ് സുന്നികൾ, വിശ്വാസികൾ. പക്ഷേ മഹാനോർ പടച്ചോനാണെന്ന് പറഞ്ഞാൽ ഏത് രീതിയിൽ വളച്ചൊടിച്ച് ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ആ പ്രയോഗം തന്നെ അബദ്ധമല്ലേ. കുറെ ആളുകൾ അങ്ങനെ, വേറെ കുറെ ആളുകൾ എന്താണ് ഈ ആത്മീയത, എന്താണ് ദീന് എന്നറിയാതെ അവർ ഓരോ കോപ്രാട്ടിങ്ങളുടെ തങ്ങളുടെ പിന്നാലെ പോകുന്നു. ദീനിൽ നിന്ന് പുറത്തു പോകുന്ന ചില വാക്കുകളുണ്ട്, ദീനിൽ നിന്ന് പുറത്തു പോകുന്ന വിശ്വാസങ്ങളുണ്ട്, പരിശുദ്ധ ദീനിൽ നിന്ന് സമൂഹത്തെ തെറ്റിച്ച് കളയുന്ന പ്രവർത്തനങ്ങളുണ്ട്. ഇസ്ലാമിൻ്റെ ഷിആറായി അറിയപ്പെട്ട ഏതെങ്കിലും ഒരു സംഗതിയെ നിഷേധിക്കുമ്പോൾ ദീനിൽ നിന്ന് പുറത്തു പോകും. അന്ത്യപ്രവാചകർ മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ റസൂലാണെന്നത് ദീനിൽ ദറൂറിയായ ഇൽമാണ്. അതിന് വിരുദ്ധമായി ആരെങ്കിലും പ്രവർത്തിച്ചാൽ അവൻ ദീനിൽ നിന്ന് പുറത്തു പോകും. 5 വഖത്ത് നിസ്കാരം വിശ്വാസികൾക്ക് നിർബന്ധമാണെന്നത് നമ്മുടെ നാട്ടിലുള്ള അമുസ്ലിങ്ങൾക്ക് പോലും അറിയുന്ന വളരെ വ്യാപകമായി പ്രസിദ്ധമായ ലറൂറിയായ ഇൽമാണ്. ആരെങ്കിലും ഒരാൾ 5 വഖത്ത് നിസ്കാരം നിർബന്ധമില്ലെന്ന് പറഞ്ഞാൽ അവൻ ദീനിൽ നിന്ന് പുറത്തു പോകും. അതാ ചേകന്നൂർ മൗലവിക്ക് പറ്റിയത്, അതാണ് 3 നിസ്കാരവാദികൾക്ക് മൊത്തം പറ്റിയത്. ഞങ്ങൾ ഖുർആനീങ്ങളാണെന്നും പറഞ്ഞിട്ട് പുതിയ ആദർശമായിട്ട് വന്നവർക്കൊക്കെ അതാണ് സംഭവിച്ചത്. നമ്മുടെ നാട്ടിലുള്ള ചില ശൈഖന്മാരും അവരുടെ തൊട്ടടുത്ത മുരീദന്മാരോട് നിസ്കരിക്കണ്ട എന്ന് പറയുന്നുണ്ട്. എന്ത് മാരകാണ്! ഏതൊക്കെ രീതിയിലാണ് നമ്മൾ തെറ്റിക്കാൻ ശ്രമിക്കുന്നത്. മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും കഥ പറയാനുണ്ട് നമുക്ക്. സമൂഹത്തെ അത് ഏതൊക്കെ രീതിയിൽ സ്വാധീനിക്കുന്നുവെന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. പക്ഷേ അതിനേക്കാൾ മാരകമായ രീതിയിൽ പരിശുദ്ധ ദീനിൽ ജനിച്ചു വളർന്നിട്ട് അതിൽ നിന്ന് നിസാരമായി ഇറങ്ങിപ്പോകുന്ന പ്രവൃത്തികളും വിശ്വാസങ്ങളുമായി സമൂഹത്തെ തെറ്റിക്കാൻ നടക്കുന്ന കുറെ കറക്ക് കമ്പനികൾ. നിസ്കരിക്കണ്ടെന്ന് പറയാം. എന്തേ കാര്യം? നിസ്കരിക്കാത്തതിനെ പറ്റി ഖബറിലെത്തുമ്പോൾ മുൻകർ നക്കീർ ചോദിക്കണ സമയത്ത് ആ ഷെയ്ഖിൻ്റെ പേരും പറഞ്ഞിട്ട് മൂപ്പരോട് ചോദിച്ചാളാന്ന് പറഞ്ഞാൽ മതി എന്ന് ക്ലാസ് എടുക്കുക. ആ ഷെയ്ഖിൻ്റെ പേരാണെന്താ പറയത്തേന്നറിയോ? ദൂരെ നിന്ന് എവിടെയെങ്കിലും ഒരു ഷെയ്ഖിന് കിട്ടുമെന്ന് ഇങ്ങനെ അന്വേഷിച്ച് എട്ടങ്ങറായി നിൽക്കണ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. ഇന്ന് പോയി നോക്കുക എന്ന് പറഞ്ഞിട്ട് അവർ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ വണ്ടി പിടിക്കും. ഇത്ര ദുർബലമാവാൻ പാടില്ല നമ്മുടെ ഈമാൻ, ഇത്ര ദുർബലമാവാൻ പാടില്ല നമ്മുടെ ഈമാൻ. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബീവിക്ക് ഇജാസത്ത് കൊടുത്തൊരു സാധനം, എല്ലാ ദിവസവും രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ 33 സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ. എത്ര പേര് ചെല്ലുന്നുണ്ടത്? എത്ര പേര് ചെല്ലുന്നുണ്ട്? പ്രിയപ്പെട്ട മോള് ചെന്നു അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുത്തേക്ക്. കൈ വ്രണായി കഴിഞ്ഞു, ജോലി ചെയ്ത്. അതുകൊണ്ട് കുറേ സെർവൻറ്റുകളെ കിട്ടിയിട്ടുണ്ടെന്ന് കേട്ടു. ഒന്ന് എൻ്റെ വീട്ടിലേക്കും തരണം എന്ന് പറയാൻ ഹബീബായ റസൂൽ അവിടെ എല്ലാം ഇരുന്നു. ആയിഷ ബീവിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ച് ഫാത്തിമ ബി മടങ്ങിപ്പോന്നു. രാത്രിയാ റസൂലുള്ളാഹി എത്തണത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മോള് വന്ന കഥ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബി പറഞ്ഞു കൊടുത്തപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ അപ്പോഴേ പോയി മഹദിയാവുന്ന ഫാത്തിമ ബീവിനെ കാണാൻ. രണ്ടുപേരും ഉറങ്ങാൻ വേണ്ടി കടന്നിട്ടുണ്ട്. അലിയാർ തങ്ങളും പ്രിയപ്പെട്ട ഭാര്യ മുത്തറസൂലിൻ്റെ പൊന്നാരമോൾ ഫാത്തിമ ബീവിയും. അകത്ത് കയറിയിട്ട് രണ്ടാളുടെയും ഇടയിലിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കണം, ആ മകളും ആ മരുമകനും അള്ളാഹിൻ്റെ റസൂലും തമ്മിലുള്ള ബന്ധം. നമ്മുടെ മകളും മരുവനും കിടക്കുന്ന റൂമിൽ കയറിയിട്ട് അവരുടെ 2 പേരുടെയും ഇടയിലിരിക്കാൻ നമുക്കൊക്കെ സാധിക്കുമെന്ന് ആലോചിച്ച് നോക്കുക. അത്രമേൽ ബന്ധമായിരുന്നു 2 പേരോട് അള്ളാഹുവിൻ്റെ റസൂൽ തങ്ങൾക്ക്. ഫാത്തിമ ബി പറയുന്നുണ്ട്, തണുപ്പത്ത് നിന്ന് വന്നത് കാരണം എൻ്റെ റസൂലിൻ്റെ കാല് തട്ടിയിട്ട് എൻ്റെ ഈ കഴുത്തുഭാഗത്ത് തണുത്തുപോയി എന്ന്. അവിടെ വെച്ച് ഹബീബായ മുത്തറസൂൽ അവർക്ക് ഇജാസത്ത് കൊടുക്കുകയാണ്. മോളെ, നല്ലൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം.
സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ 33 പ്രാവശ്യം നീ ചൊല്ലി ഉറങ്ങണം. ഇത് റസൂലുള്ളാഹി നേരിട്ട് ഇജാസത്ത് തന്നതാണ്. ഇത് സ്വീകരിച്ച് ഇതുവരെയും പുലർത്തിപ്പോന്ന എത്ര പേർ കൂട്ടത്തിലുണ്ടാവും പ്രിയപ്പെട്ട സഹോദരി?